പുതുവർഷത്തെ വരവേൽക്കാൻ ഫോർട്ട് കൊച്ചിയും ഒരുങ്ങി. വേളി ഗ്രൗണ്ടിലും പരേഡ് ഗ്രൗണ്ടിലും തലയെടുപ്പോടെ നിൽക്കുന്ന രണ്ട് പാപ്പാനിമാരും മഞ്ഞണി അണിഞ്ഞ മനോഹാരിയായി നിൽക്കുന്ന മഴമരവും ജനസാഗരത്തെ ഫോർട്ട് കൊച്ചിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പോയ വർഷത്തിന്റെ വേദനകളെ മറന്ന് പുതുവർഷത്തെ വരവേൽക്കാൻ കൊച്ചി ഒരുങ്ങിക്കഴിഞ്ഞു. ഇക്കുറി കത്തിക്കുന്നത് രണ്ട് പാപ്പാഞ്ഞിമാരെ. വെളി ഗ്രൗണ്ടിൽ ഗാലറി ഫോർട്ട് കൊച്ചിയുടെ നേതൃത്വത്തിലും പരേഡ് ഗ്രൗണ്ടിൽ കാർണിവൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുമാണ് പപ്പാഞ്ഞിയെ കത്തിക്കുന്നത്. ഇറ്റാലിയൻ കാർണിവലിന് അവതരിപ്പിക്കുന്ന ഒരു പപ്പയാണ് ഇപ്രാവശ്യം ഗാലാഡി ഫോർട്ട് കൊച്ചി നിർമ്മിച്ചിട്ടുള്ളത്. ഈ പപ്പ കത്തിയെരിയുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്നതും കേരളമാകെ വിശ്വസിക്കുന്നതും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പപ്പാഞ്ഞിയാണിത്. ഞങ്ങളുടെ ദുഃഖങ്ങളും സങ്കടങ്ങളെല്ലാം മാറി പുതിയൊരു ഐശ്വര്യം നിറഞ്ഞ ഒരു വർഷത്തിലേക്ക് നമ്മൾ കടക്കും. ജനങ്ങളുടെ കുത്തൊഴുക്കിൽ അപകട സാധ്യത ഒഴിവാക്കാൻ കർശന സുരക്ഷാ നടപടികളാണ് ഇത്തവണ പോലീസ് ഒരുക്കുന്നത്. ശക്തമായ ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമെന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ. 2 മണി കഴിഞ്ഞിട്ട് ആ ഭാഗത്തേക്ക് വാഹനങ്ങൾ വിടത്തില്ല. അപ്പോൾ വൈപ്പിൻ ഭാഗത്ത് നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് 4 മണി വരെ മാത്രമേ നമ്മൾ വാഹനങ്ങൾ അനുവദിക്കും. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് 7 മണി വരെ മാത്രമേ ആൾക്കാരെ ഫോർട്ട് കൊച്ചിയിലേക്ക് വരാൻ അനുവദിക്കും. മാക്സിമം പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുക. കേരളത്തിലെ ഏറ്റവും മനോഹരമായ പുതുവത്സരാഘോഷം കാണാൻ ഇത്തവണ 3 ലക്ഷത്തിലേറെ പേർ ഒഴുകിയെത്തുമെന്നാണ് കണക്കാക്കുന്നത്. കൈരളി ന്യൂസ്, കൊച്ചി.